ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് എമർജൻസി മോക്ക് ഡ്രിൽസ് നടത്തുകയാണ്. അവസാനമായിട്ട് ഇന്ത്യയിൽ ഇതുപോലൊരു മോക്ക് ഡ്രിൽ നടത്തിയത് 1971-ലാണ്. അതേ വർഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായതും. എനിമി അറ്റാക്സോ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ സാധാരണ ജനങ്ങൾ പാനിക് ആവാതിരിക്കാനും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള ട്രെയിനിങ് ആണ് ഈ മോക്ക് ഡ്രില്ല്. ഇപ്പോൾ ഇന്ത്യ നടത്താൻ പോകുന്ന ഈ മോക്ക് ഡ്രില്ല് എയർ അറ്റാക്കിന്റെ സമയത്ത് വാർണിങ്ങിനുള്ള സൈറൻസ് ടെസ്റ്റിംഗ്, എമർജൻസി സിറ്റുവേഷൻസിലെ ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള ട്രയൽ റൺസ് നടത്തും. ബങ്കറുകൾ പോലെ സേഫ് ആയിട്ടുള്ള ലൊക്കേഷനെ പറ്റി ആളുകൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കും. എമർജൻസി ആംബുലൻസ് സർവീസ്, ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഡിസാസ്റ്റർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ട്രയൽ റൺസ് നടത്തും. ഇത് കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സിവിലിയൻസിന് ബേസിക് ഡിഫൻസ് ട്രെയിനിങ്ങും നൽകും. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മെയ് 9 നടത്താൻ തീരുമാനിച്ചിരുന്ന റഷ്യൻ വിസിറ്റ് മാറ്റിവെച്ചു. ഇന്ത്യൻ പ്രസിഡന്റിന് മെയ് 5 മുതൽ മെയ് 9 വരെയുള്ള ഹിമാചൽ പ്രദേശ് വിസിറ്റും പോസ്റ്റ്പോൺ ചെയ്തു. ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ആർമി, നേവി, എയർഫോഴ്സ് ചീഫുകളുടെ ജോയിന്റ് മീറ്റിംഗും വിളിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ മോക്ക് ഡ്രില്ലും കഴിഞ്ഞ ആഴ്ച നടന്ന ജോയിന്റ് ഡിഫൻസ് മീറ്റിംഗും പ്രധാനമന്ത്രിയും പ്രസിഡന്റും പ്ലാൻസ് ക്യാൻസൽ ചെയ്തൊക്കെ സൂചിപ്പിക്കുന്നത് പെഹൽഗാം അറ്റാക്കിനുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടായേക്കാമെന്നാണ്.